ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികളെ ആദരിക്കാനുള്ള ഫംഗ്ഷൻ നടത്തുവാണ്. ഒരാൾ ആ ചടങ്ങിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇന്നിവിടെ വരാനിരിക്കുന്നത് മറ്റാരുമല്ല, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണ്. നമ്മുടെ ആൾക്കാർ ചെന്ന് ചോദിച്ചപ്പോഴേ മറ്റൊന്നും നോക്കാതെ വരാമെന്ന് സമ്മതിച്ച ശാലിനി വിഷ്ണുവിനെ നമ്മുടെ ഈ സന്തോഷത്തിൽ കുടുംബസമേതമാണ് പങ്കെടുക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. എന്നിങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഭയങ്കര കയ്യടിയൊക്കെയാണ്. കുടുംബശ്രീ ഓട്ടോയിൽ വിഷ്ണുവും ശാലിനിയും മക്കളെ രണ്ടുപേരുടെ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് വരുവാണ്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം തോളോട് തോള് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ള വിഷ്ണു എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ ശാലിനി വിഷ്ണുവിൻ്റെ ഭർത്താവാണെന്ന കാര്യത്തിലും നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. വീണ്ടും സദസ്സിലിങ്ങനെ കയ്യടികൾ മുഴങ്ങുവാണ്. ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് കളക്ടറും ഫാമിലിയും വരുന്നത് പോലീസ് പ്രൊട്ടക്ഷനോ ഔദ്യോഗിക വാഹനമോ ഇല്ലാതെ സാധാരണക്കാരൻ്റെ വാഹനമായ ഓട്ടോറിക്ഷയിലാണെന്ന് അറിയുമ്പോൾ ഓട്ടോ കൊണ്ട് ഉപജീവനം നേടുന്ന നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണ്. നമ്മുടെ കളക്ടറെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ വാതിക്കൽ പൂച്ചണ്ട് വെക്കിയായിട്ട് നിൽക്കുവാണ് ശാലിനി വിഷ്ണുവിനെ ആദരിക്കാനായിട്ട്. വിഷ്ണുവും ശാലിനിയും മക്കളുമൊക്കെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അവരെ കാണുന്നില്ലല്ലോ എന്ന് കൂട്ടത്തിൽ ഒരാളിങ്ങനെ പറയുമ്പോൾ, ഇല്ല അവരിപ്പോൾ വരും എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓട്ടോശ്രീ അങ്ങോട്ട് വരുവാണ്. വിഷ്ണുവിൻ്റെ ഓട്ടോശ്രീ കണ്ടപ്പോഴേ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. വിഷ്ണുവാണെങ്കിൽ സന്തോഷം കൊണ്ടങ്ങ് മതിമറന്ന് നിൽക്കുവാണ്. ശാലിനിയെ സ്വീകരിക്കാനായിട്ട് അവരൊരുങ്ങുമ്പോൾ മക്കളും ചെല്ല് എന്നും പറഞ്ഞ് വിഷ്ണു മക്കളെയും പറഞ്ഞു വിടുന്നുണ്ട്. ശാലിനിയെ അവരെല്ലാവരും വളരെ റെസ്പെക്റ്റോടെ അങ്ങനെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ വിഷ്ണു ഇങ്ങനെ നോക്കി നിന്ന് അഭിമാനത്തോടെ കാണുവാണ്. അപ്പോഴവിടെ ഒരു ഊഞ്ഞലിൽ കുറേ കുട്ടികൾ ആടുന്നത് സത്യയും പപ്പിയും കാണുന്നുണ്ട്. പപ്പി പറയുന്നുണ്ട്, സത്യേതോ ഊഞ്ഞാൽ, നമുക്കും പോയി അവിടെ പോയി കളിച്ചാലോ എന്നും പറഞ്ഞ് പോകാൻ വരുമ്പം വിഷ്ണു അവരെ തടുക്കുന്നുണ്ട്. വേണ്ട, ഇപ്പം നമ്മൾ അകത്തോട്ട് പോകണ്ടേ, ഫംഗ്ഷനൊക്കെ കാണണ്ടേ. സത്യ വായാടിക്കുട്ടി വിഷ്ണുവിനോട് പറയുക, അച്ഛനൊന്ന് ചുമ്മാതിരുന്നേ, അവിടെ പോയി ഇരുന്നാലേ ഞങ്ങൾക്ക് ബോറടിക്കും, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളതുകൊണ്ട് കളിക്കാൻ പോവാ, വാ പപ്പി എന്നും പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് ഊഞ്ഞാലാടാനായിട്ട് ഓടുവാണ്. മക്കളെ ഓടി അവിടങ്ങും വീടല്ലേ, നിങ്ങൾ രണ്ടുകൂടെ കളിച്ച് ആ ഇരിക്കുന്ന പിള്ളേരെയൊന്നും അടിച്ചോടിക്കല്ലേ എന്നൊക്കെ വിഷ്ണു അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്. സത്യ ഓടിച്ചെന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറഞ്ഞ്, ഞാൻ കുറച്ചു നേരം ഒന്ന് ആടിക്കോട്ടെ ശരിയെന്നും പറഞ്ഞാൽ കുട്ടികൾ സത്യ ഊഞ്ഞാലയിൽ എത്തിയാട്ടുന്നുണ്ട്. വിഷ്ണു അതങ്ങനെ ചിരിച്ചോണ്ട് കണ്ടോണ്ട് നിൽക്കുവാണ്. സത്യയ്ക്ക് പറ്റുന്നില്ല, അവൾ അച്ഛൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല, എങ്ങനെയാ അച്ഛനെ ഇവിടെ നിന്ന് ഓടിച്ച് വിട്ടേ ശരിയാകത്തുള്ളൂ എന്നും പറഞ്ഞ് സത്യ പറയാം, അച്ഛൻ പൊയ്ക്കോ, അച്ഛൻ അവിടെ നിൽക്കേണ്ട. ഇതെന്തൊരു കഷ്ടമാ, ഈ അച്ഛനോട് പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ. ശരി എന്നാൽ സൂക്ഷിച്ച് കളിച്ചോണേ മക്കളെ എന്നും പറഞ്ഞിട്ട് വിഷ്ണു അകത്തോട്ട് കയറി പോവാണ്. സത്യമോൾ അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പം പപ്പി പറയുന്നു, സത്യ ഇനി ഞാൻ ആടിക്കോട്ടെ. ശരി പപ്പി എന്നും പറഞ്ഞ് പപ്പിയും പിന്നെ ഊഞ്ഞാലാടുവാണ്. ആ സമയത്ത് ഒരു കാറിൽ സുസ്മിതയുടെ കുറേ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഗുണ്ടകളിൽ ഒരുത്തൻ പറയുന്നു, ഇവിടെ നിറയെ കുട്ടികളുണ്ടല്ലോ, ഇതിലാരെയാ പൊക്കേണ്ടത്? അതെ, ആ നല്ല ഡ്രസ്സിട്ട 2 കുട്ടികളില്ലേ, അതിലൊരാളെയാണ് നമുക്ക് പൊക്കേണ്ടത്. ചേടാ, ഇതൊരു വല്ലാത്ത കുഴപ്പമായല്ലോ, ഇതിലേത് കുട്ടിയാണെന്നാ അറിയുന്നത്? അതെ, വിളിച്ച് ചോദിക്കട്ടെ, എന്നാൽ പെട്ടെന്ന് വിളിച്ച് ചോദിക്കും. ഈ ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുട്ടികളെയും കൊണ്ട് കടക്കണം. പീറ്റർ സുസ്മിതയെ വിളിക്കുവാണ്. സുസ്മിത ചോദിക്കുന്നത്, എന്താ പീറ്ററെ, കാര്യം നടന്നോ? ഇല്ല മാഡം, ഇവിടെ 2 കുട്ടികളാണല്ലോ ഉള്ളത്, ഇതിലേത് കുട്ടിയാണ് പൊക്കേണ്ടത്? എടാ, 2നെയും പൊക്കിക്കോ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. 1ആയാലും 2ആയാലുമേ നമുക്ക് കാര്യം നടന്നാൽ മതി. നിങ്ങൾ ക്ലോറോഫോമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ? ഉണ്ട് മാഡം, ഇവിടെ കുറേ ഓട്ടോക്കാരൊക്കെ ഉണ്ട്, അവരുടെ ഏതോ പരിപാടി നടക്കുവാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം, ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നീക്കേണ്ടത്. അറിയാമല്ലോ ഓട്ടോക്കാരുടെ കാര്യം, അവരെ ആവശ്യം വന്നാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്നവരാ, അവർ കാക്കക്കൂട്ടത്തെ പോലെ അങ്ങ് ചേരും. വളരെ സൂക്ഷിക്കണം. പിന്നൊരു കാര്യം, ഇരുട്ടിയിട്ട് പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് സംശയിക്കും. ഇതൊന്നും അറിയാതെ സത്യമോളും പപ്പിമോളും ഇങ്ങനെ ആർത്തുല്ലസിച്ച് ആ പിള്ളേരോടൊപ്പം കളിക്കുവാണ്. സുബൈറിൻ്റെ അടുത്തോട്ട് സുബൈദ വന്നിരുന്നുകൊണ്ട് കരഞ്ഞോണ്ട് പറയുക, കണക്കൂട്ടുകളൊക്കെ തെറ്റിപ്പോയിക്ക. സുബൈറിൻ്റെ കൈ പിടിച്ച് തടവിക്കൊണ്ട് സുബൈദ പറയുക, പ്രതീക്ഷിച്ച രീതിയിലല്ല അവൻ വളർന്നത്, അവൻ്റെ ഉള്ളിൽ ഇത്രയ്ക്കൊക്കെ ക്രൂരതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലിക്ക. അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എൻ്റെ ഇക്കായോട് ഞാൻ മാപ്പ് ചോദിക്കുക എന്നും പറഞ്ഞ് സുബൈദ പൊട്ടിക്കരയുവാണ്.
ബന്ധങ്ങളുടെ വില എന്താണെന്ന് അവൻ അറിയില്ല. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ലഹരി ഉണ്ടിക്ക. ഇല്ലെങ്കിൽ എൻ്റെ ഇക്കായോട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇക്ക ഓർക്കുന്നുണ്ടോ അവനെ നമ്മൾ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ? ചെറുപ്പത്തിൽ അവൻ അവൻ്റെ ബാപ്പയെക്കാളും കൂടുതൽ സ്നേഹം ഇക്കയോടായിരുന്നു. നൂർജഹാനേക്കാളും കൂടുതൽ വാത്സല്യത്തോടെ അല്ലയോ എൻ്റെ ഇക്ക അവനെ കണ്ടിരുന്നത്. എന്നിട്ടാ എൻ്റെ ഇക്കയോട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. സുബൈദയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചാടി നടന്ന സുബൈറെ തൻ്റെ മകനാണല്ലോ ഇങ്ങനെ കിടത്തിയതെന്ന്. ഈ പാവമൊക്കെ എങ്ങനെ ഇക്ക ഞാൻ വീട്ടിൽ തീർക്കുന്നത്? ഇനിയിപ്പോൾ നൂർജഹാൻ്റെ കാര്യത്തിലും വ്യക്തമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് അവളെ അങ്ങനെ ഉപേക്ഷിച്ച് തള്ളിക്കളയാൻ പറ്റില്ല. നസീർ എൻ്റെ മകനാണെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയാണിക്ക. അവൻ്റെ കയ്യിലോട്ട് നമ്മുടെ നൂർജഹാനെ കൊടുത്താൽ എൻ്റെ നബീസയുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല എന്നും പറഞ്ഞ് വാ വിട്ട് കരയുവാണ് സുബൈദ. ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാനാവാതെ നമ്മുടെ സുബൈദയെ തന്നെ നോക്കി ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണുനീരൊഴുക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം ഉടനെ നടത്തണ്ടായിക്ക. എനിക്ക് പേടിയാ എൻ്റെ മോനെ എന്നും പറഞ്ഞ് കരയുന്ന പെങ്ങളെ നോക്കി സുബൈർ ഇങ്ങനെ നോക്കി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കല്യാണം വേണ്ടയിക്ക എന്നും പറഞ്ഞ് കരയുമ്പോൾ നസീറിൻ്റെ ബാപ്പ അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നു, വേണം. നസീറിൻ്റെ ബാപ്പ അങ്ങോട്ട് വന്നിട്ട് പറയുക, മക്കൾ വഴിപിഴച്ച് പോയിട്ടല്ല അവരുടെ അമ്മമാരിങ്ങനെ ചിന്തിക്കേണ്ടത്. വഴിപിഴച്ച് പോകുന്നതിന് മുമ്പാ അവൻ്റെ കൂട്ടുകെട്ട് അതവനെ കുറച്ച് വഷളാക്കി. അതെനിക്കും മനസ്സിലാകുന്നുണ്ട്. എന്ന് വെച്ചേ നമുക്ക് നമ്മുടെ മകനെ കളയാൻ പറ്റുമോ? ഇല്ലെന്നറിയാമല്ലോ. അപ്പോഴെന്താ വേണ്ടത്? അവനെ ഉപദേശിച്ച് നന്നാക്കിയെടുക്കണം. അതിനുള്ള ഇനി ഏക മരുന്നാണ് നൂർജഹാൻ. അപ്പോൾ സുബൈദ ചോദിക്കുന്നു, അപ്പോഴിതൊരു പരീക്ഷണ കല്യാണമാണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട എത്രയോ ചെറുപ്പക്കാർക്ക് കല്യാണവേ ഒരു തിരിച്ചു വരവിനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. അത്രയ്ക്കൊന്നും വലിയ ഭീകരമായിട്ടൊന്നും നമ്മുടെ മോനിപ്പം നമ്മുടെ കൈവിട്ട് പോയിട്ടില്ലല്ലോ. അത് കേട്ടിട്ട് സുബൈദയ്ക്ക് ദേഷ്യം വരുവാ. ഇല്ലേ, കൈവിട്ട് പോയിട്ടില്ലേ? എൻ്റെ ഇക്ക ഇങ്ങനെ കിടക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? സുബൈദേ, ഇപ്പോൾ നീ ചിന്തിക്കേണ്ടത് നിന്റെ മകൻ്റെ ഭാഗത്തു നിന്ന്. ചെറുപ്പം മുതലേ അവൻ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ച് നീ അവന് കൊടുത്ത സ്വാതന്ത്ര്യം അതവൻ വളർന്നു കഴിഞ്ഞപ്പോൾ അതവൻ ദുരുപയോഗം ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അവൻ കാണിച്ച ഈ കൊള്ളരുതായ്മയ്ക്കൊക്കെ ഒരു തരത്തിൽ നീയും കുറ്റക്കാരിയാണ്. എനിക്ക് അന്യദേശത്ത് കിടന്ന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകയുണ്ടാക്കി തരാനേ പറ്റത്തുള്ളൂ. വീട്ടിൽ നിന്നേ കുട്ടികളുടെ വളർച്ച നോക്കേണ്ടതും അവരെ നേർവഴിക്ക് നടത്തേണ്ടതും നിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അതിലെ നിനക്ക് പറ്റിയ ഒരു പാളിച്ചയാണ് നമ്മുടെ മകൻ ഒരു തെറ്റുകാരനായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ടേ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ നിനക്കും ബാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോഴേ നീ നിന്റെ ഇക്കാൻ്റെ മോളെയല്ല നോക്കേണ്ടത്, നമ്മുടെ മോനെയാണ്. എന്ന് വെച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം എല്ലാം അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കണമെന്നോ? അവൻ നന്നാവും സുബൈദേ, അവൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ മാറും. നൂർജഹാൻ അവൻ്റെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവൻ്റെ നഷ്ടപ്പെട്ട ജീവിതം അവന് തിരിച്ചു കിട്ടും. സുബൈദ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ തന്നെയാണ് പറയുന്നത്. ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിന് കൂട്ടു നിൽക്കാനാവില്ല. പെട്ടെന്ന് നസീറിൻ്റെ ബാപ്പയുടെ ആ സ്വഭാവം അങ്ങ് മാറി സുബൈദ കയറി കൈക്ക് കയറി പിടിച്ചിട്ട് അവൻ ഞൂണ്ടിക്കൊണ്ട് പറയുക, പക്ഷേ എനിക്കെൻ്റെ മകൻ്റെ ഭാഗത്ത് നിന്നേ പറ്റൂ. ഈ കല്യാണം ഞാൻ നടത്തും, അതിനൊരു മാറ്റവും ഇല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പോരാട്ടമൊക്കെ കണ്ട് സഹിക്കാനാകാതെ സുബൈർക്ക് ഇങ്ങനെ കരയുവാണ്. എൻ്റെ ഇക്ക, ഞാനിനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചതാ. സുബൈദ രണ്ട് കൈയും നീട്ടി പടച്ചോനെ പ്രാർത്ഥിക്കുവാണ്, എൻ്റെ റബ്ബേ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. സുസ്മിതയുടെ ഗുണ്ടകളാണെങ്കിൽ പപ്പിയേയും സത്യം ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അത്രയും കുട്ടികളവിടെ നിൽക്കുമ്പോൾ എങ്ങനെ കുട്ടികളെ നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്നത്? എന്തായാലും നമുക്ക് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. കുട്ടികളെ ആദരിക്കുന്ന സദസ്സിൽ അങ്ങനെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുവാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറായ ശാലിനി വിഷ്ണുവിനെ ഞാൻ ആദ്യമായി ഓട്ടോറിക്ഷ കുടുംബത്തിൻ്റെ ഈ എളിയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വന്നിരിക്കുന്ന സദസ്സിലെ ആൾക്കാരെല്ലാം കൂട്ടത്തോടെ കയ്യടി തന്നെ. ഇത് ഞങ്ങളുടെ അഭിമാന നിമിഷമാണ്. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയ വിജയം, അതിന് സാക്ഷിയാകാൻ ജില്ലാ കളക്ടർ കൂടി വന്നപ്പോൾ സന്തോഷത്തോടൊപ്പം ഞങ്ങൾക്കിതൊരു അഭിമാന നിമിഷം കൂടിയാകുന്നു. ഈ സമയത്ത് ശാലിനി വിഷ്ണുവിനെ ഇങ്ങനെ കണ്ണു കാണിക്കുന്നുണ്ട്, മക്കൾ എവിടെയെന്ന്. വിഷ്ണു അതേ ആക്ഷനിൽ തന്നെ കാണിക്കുന്നുണ്ട് മക്കൾ പുറത്ത് കളിക്കുവാണെന്ന്. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കാനും
അവർക്ക് സമ്മാനം നൽകാനുമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനെ ഞാൻ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വിഷ്ണുവിൻ്റെ ആ സന്തോഷത്തോടുള്ള കയ്യടി ഒന്ന് കാണേണ്ടത് തന്നെ. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശരണ്യയെ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അങ്ങനെ ശരണ്യ വന്ന് ശാലിനിയുടെ പാദമൊക്കെ തൊട്ട് തൊഴുത് മൊമൻ്റൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ പോകുന്നുണ്ട്. അടുത്തതായി ഹരിത MS. അതുപോലെ ഹരിതയും സമ്മാനമൊക്കെ ഏറ്റുവാങ്ങി പോകുന്നുണ്ട്. ഇനി ഈ കോളനിയിൽ നിന്നും ആദ്യമായി എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ ശ്രീമോളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇത്രയും ദുരിത ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ഇത്രയും വലിയൊരു നേട്ടം നേടിയ ശ്രീമോളെ ആദരിക്കുമ്പോൾ മറ്റൊരാളെ കൂടെ വേദിയിലേക്ക് നമുക്ക് നിർബന്ധമായി ക്ഷണിക്കേണ്ടി വരും. അത് മറ്റാരുമല്ല, ഇവിടെ ശ്രീമോൾക്ക് സകലവിധ പ്രോത്സാഹനവും നൽകി ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിന്ന ശ്രീമോളുടെ അച്ഛൻ ശ്രീധരൻ, ഞങ്ങളുടെ എല്ലാം ശ്രീധരേട്ടൻ, അദ്ദേഹത്തെ കൂടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുവാണ്. അങ്ങനെ ശ്രീമോളും ശ്രീധരേട്ടനും സ്റ്റേജിലോട്ട് കയറി വരുവാണ്. ശാലിനി ശ്രീമോൾക്ക് പൊന്നാടയൊക്കെ അണിയിക്കുന്നുണ്ട്. സദസ്സിൽ കൂട്ടത്തോടെ കയ്യടി. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മുടെ വിഷ്ണു കയ്യടിയോടെ കയ്യടി തന്നെ. ഇനി 2 വാക്ക് ശ്രീധരേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അയ്യോ അതൊന്നും വേണ്ട, നിങ്ങളുടെ മനസ്സിലെ സന്തോഷം എന്താണെന്ന് ഈ നാട്ടുകാരോടി ഒന്ന് അറിയട്ടെ ശ്രീധരേട്ടാ. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ശ്രീധരേട്ടൻ 2 വാക്ക് സംസാരിക്കാൻ പോവാണ്. എൻ്റെ മകൾക്കൊപ്പം വിജയം നേടിയ എല്ലാ കൊച്ചുമിടുക്കികൾക്കും മിടുക്കന്മാർക്കും വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം ഇനിയും അവ തുടർന്ന് പഠിക്കാനും ഉന്നത വിജയം കൈവരിക്കാനും സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോൾ ശ്രീമോൾ എനിക്ക് നേടിത്തന്ന വിജയം എൻ്റെ കഷ്ടപ്പാടിൻ്റെ വലിയ വിജയം തന്നെയാണ്. മുണ്ട് മുറുക്കി ഉടുത്തവൻ്റെ വിജയം അച്ഛനൊരു മകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ വിജയം എൻ്റെ മാത്രം വിജയമല്ല, അല്ലെങ്കിൽ എൻ്റെ മോളുടെ മാത്രം വിജയവുമല്ല. ഈ കോളനിക്കാരുടെ കൂട്ടായ്മയോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി കിട്ടിയ വിജയമാണ്. ഇനി മോക്കെന്താണ് പറയാനുള്ളതെന്ന് പറയുമോളെ. എനിക്ക് സ്നേഹം പറഞ്ഞറിയിക്കാൻ അറിയില്ല, പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കാൻ എനിക്ക് പറ്റും എന്നും പറഞ്ഞ് ശ്രീമോൾക്ക് കിട്ടിയ പൊന്നാട അവളുടെ അച്ഛൻ അവൾ ചൂടിക്കൊടുക്കുവാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് അവകാശപ്പെട്ടതും എൻ്റെ അച്ഛന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീധരേട്ടനെ ശ്രീമോൾ കരയിക്കുന്നുണ്ട്. ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന കുട്ടികളിൽ ഒരു കുട്ടി പറയുന്നു, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അങ്ങനെ ആ കുട്ടിയുടെ പുറകിന് ബാക്കിയുള്ള പിള്ളേരും പോവാണ്. സത്യമോളും പപ്പിമോളും മാത്രമായി. ഇത് തന്നെ നല്ല അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടവൾ കയ്യിൽ ക്ലോറോഫോമൊക്കെ ഒഴിച്ചുകൊണ്ട് കയ്യിലിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ആ കുട്ടികളുടെ അടുത്തോട്ട് പോവുകയാണ്. ഇനി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശാലിനി മാഡം നമ്മളോടൊക്കെ സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെ ശാലിനി പ്രസംഗിക്കാൻ തുടങ്ങുവാണ്. ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ശ്രീമോളുടെ വിജയമല്ല, സ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ ഒരു കൂട്ടം ജനങ്ങളുടെ വിജയമാണ്. ഇത്രയും നല്ല ഒരു അന്തരീക്ഷത്തിൽ നിങ്ങളുടെ മക്കൾ വിജയിച്ചതിലും ഉന്നത വിജയം കരസ്ഥമാക്കിയതിലും ഞാൻ അത്ഭുതപ്പെടുന്നതേയില്ല. കാരണം നിങ്ങളുടെ ഈ കഷ്ടപ്പാടിന് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റും. എൻ്റെ ആഗ്രഹം ഇതൊന്നുമല്ല, പഠിക്കാൻ വളക്കൂറുള്ള ഈ മണ്ണിൽ നിന്നും ഒരു കളക്ടറോ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ഉണ്ടാകണം. അതുണ്ടാകും. കാരണം സ്നേഹം കൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളെ അത് ഇല്ലാതാക്കുന്നവരാണ് നിങ്ങൾ. നന്മ കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരിൽ ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങ് തീർച്ചയായും ഉണ്ടാവും. അതിനുദാഹരണം ഞാൻ തന്നെയാണ്, ശാലിനി വിഷ്ണു എന്ന ഈ ഞാൻ തന്നെ. ഞാൻ വെറും ഒരു സാധാരണക്കാരി, കുടുംബശ്രീ ശാരദയുടെ മകൾ, ചായക്കടക്കാരി, അതിരാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി കച്ചവടം നടത്തി ജീവിച്ചിരുന്ന ഒരു അമ്മയുടെ മകൾ. അമ്മയുടെ ചായക്കടയിലെ ജോലികളൊക്കെ സഹായിച്ചു കൊടുത്തിട്ട് കൃത്യസമയത്ത് സ്കൂളിലെത്താനായിട്ട് ഓടിയ ശാലിനി എന്ന പെൺകുട്ടിയെ നിങ്ങളിൽ ഓരോരുത്തരിലും എനിക്ക് കാണാൻ പറ്റും. രാത്രിയിൽ ഹോംവർക്ക് ചെയ്യുന്നതിനോടൊപ്പം വീട്ടിലെ പണികളും ഹോട്ടലിലെ പണികളും ഒക്കെ ചെയ്ത് എനിക്കൊരു IAS പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്നേഹനിധിയായ മാതാപിതാക്കളുള്ള എൻ്റെ ഇവിടുത്തെ കുഞ്ഞു മക്കൾക്ക് ഏതുയരമാണ് കീഴടക്കാൻ പറ്റാത്തത്? കൂട്ടക്കയ്യടി മുഴങ്ങുന്നുണ്ട്. ഗുണ്ടകൾ ചെന്ന് പപ്പിമോളിനും സത്യമോളിനും ചോദിക്കുന്നു, അങ്കിള് ആട്ടിത്തരണോ മോളെ? എങ്കിൽ നല്ല സ്പീഡിലാട്ടാവോ? പിന്നെന്താ? അതിനു മുമ്പേ മോളിതൊന്ന് മണത്ത് നോക്കിക്കേ എന്നും പറഞ്ഞ് സത്യയുടെ മുഖത്തോട്ട് നേരെ വെക്കുമ്പോൾ സത്യ അങ്ങ് ബോധം കെട്ട് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പിയുടെ മുഖത്തും വെച്ച് പപ്പിയും ബോധം കെടുവാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പൊക്കിയെടുത്ത് അവന്മാർ കാറിൽ കൊണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. വിഷ്ണുവിനും ശാലിനിക്കും മനസ്സിലാകും ഇത് സുസ്മിതയുടെ ആൾക്കാർ തന്നെ ആണെന്ന്. ഇനി വിഷ്ണുവിൻ്റെ അംഗപ്പുറപ്പാട് തന്നെ ആയിരിക്കും സുസ്മിതയുടെ നേർക്ക്.
അങ്ങനെ ഉപേന്ദ്രൻ്റെയും ചന്ദ്രബോസിൻ്റെയും സുസ്മിതയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. അടുത്തത് നസീറിൻ്റെ കാര്യമാണ്. സുബൈദ ഇനി എന്തൊക്കെ വന്നാലും നസീറിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയെടുത്തോളം അവളുടെ ഇക്കാടെ മകളായ നൂർജഹാനെ നസീറിന് കൊടുക്കില്ല. അങ്ങനെ നൂർജഹാനും അനൂപും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് സുബൈദ ശാലിനിയുടെ സഹായത്തോടെ തന്നെ നടത്തി കൊടുക്കും എന്നുള്ള റിവ്യൂമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.